ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ട് പോകുന്നു കേട്ടോ. ഞങ്ങളും പിന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഹോം ടൂർ വീഡിയോ മുതൽ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ വീഡിയോ പോലും കാണാതിരിക്കാത്ത അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാതെ ഒന്നും നിൽക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പേരൊന്നും പറയുന്നില്ല, എനിക്ക് അങ്ങനെ ഇതിൽ നമ്മൾ കാണുക എന്നല്ലാതെ ഓരോരുത്തരുടെ പേരൊന്നും അറിയൂലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്താന്ന് പറഞ്ഞാൽ വലിയ ചാനലുകൾ പോലെയൊന്നും വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു രീതിയിലെങ്കിലും പിന്നെ എന്താ പറയുക ഒരു സാധാരണക്കാരായ ഇന്നെപ്പോലത്തെ ഒരാൾക്കൊക്കെ ഈ ഒരു രീതിയിലെങ്കിലും ഒന്ന് എത്തിപ്പെടാനും അല്ലെങ്കിൽ വീഡിയോയിൽ ഒന്ന് പിന്നെ കുറച്ചെങ്കിലും ഒരു 500 ആളെങ്കിലും അല്ലെങ്കിൽ ഒരു 1000 ആളെങ്കിലും ഒക്കെ ഒന്ന് നമ്മളെ വീഡിയോ കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും നിങ്ങളോട് ആ ഒരു നന്ദിയും സ്നേഹവും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പറയണത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. എന്നത്തെയും പോലെ ഇന്നും നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാരായ ഞമ്മക്കൊന്നും പുറത്തത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ എന്താ പറയുക ചിലപ്പോൾ ഒന്ന് വെറൈറ്റി ഒക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചാൽ ഈ പേരൻ്റെ ഉള്ളിൽ പണിയെടുക്കുക, മാപ്പിളിനെയും കുട്ടികളെയും നോക്കുക, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കലുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വീടും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഇനി സാധാരണ എന്നും ഒരേപോലത്തതാണെങ്കിലും ഈ ഒരു വീഡിയോകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കലാപരിപാടി നോക്കല്ലേ. ഓരോ ദിവസം ഓരോരോ തീരുമാനങ്ങളും പിന്നെന്താ നാളെ എന്താണ് എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും ഓരോ വീട്ടമ്മമാരും തലേ ദിവസം കിടന്നുറങ്ങല്ലേ. അങ്ങനെ ഞാനും വിചാരിച്ചിരുന്നു ഇന്ന് ചപ്പാത്തിയും കുറച്ച് സാമ്പാർ കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വേഗം കുട്ടികളൊക്കെ പറഞ്ഞയച്ച പാടന്നെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ച പാടന്നെ ഞാൻ വേഗം സാമ്പാറിനുള്ള പരിപാടിയൊക്കെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിന് കേട്ടോ. വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലേനു, എന്നാലും ഉള്ള കഷ്ണങ്ങളും പരിപ്പും അതും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം വെന്ത് വന്നേണ്. ഇനിയിപ്പോൾ അതൊന്ന് വറവിടുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ചു, പിന്നെ എന്തായിരുന്നു മുളകും പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി കേട്ടോ. അത്രയും പൊടികളൊക്കെ ഒന്ന് ചേർത്ത് തേങ്ങ നരക്കാതെ ഉള്ളൊരു സാമ്പാറാണ്. ഈ ഒരു സാമ്പാർ വെച്ചപ്പോൾ തന്നെ മനസ്സിലായിക്കണല്ലോ ഇത് ഉച്ചക്കേക്കും കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ. ചോറിനുള്ള കറിയും കൂടെ കണക്കാക്കിയിട്ടാണ് ചപ്പാത്തിക്കുള്ള കടലക്കറിന്ന് ഇന്ന് കടലക്കറി ആയിരുന്നു കേട്ടോ. അത് വേഗം വായിൽ ഇങ്ങോട്ട് വന്നത്. ചപ്പാത്തിക്കും കണക്കാക്കണം, ചോറിനും കൂടെ ഒക്കെ ആയിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ മാത്രമായിരിക്കും രാവിലെ എന്താ കടി ഉണ്ടാക്കുക എന്നൊരു തീരുമാനം ഇങ്ങോട്ട് വരാണ്ട് നിന്നിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അധികവും തലേ ദിവസം തന്നെ രാത്രി പോകുമ്പം എന്താണ് നാളെ ഇപ്പം എന്താ കടി ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താ കറി ഉണ്ടാക്കുക എന്നൊക്കെ ആ ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ ഇന്നലെ എന്തായാലും ഇത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് അതിൻ്റെ കറിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു വീഡിയോയിലേ ചപ്പാത്തീൻ്റെ ഷേപ്പ് കണ്ടപ്പം ഓസ്ട്രേലിയൻ്റെ ഭൂപടം പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ഇപ്പോൾ നോക്കണ്ട കേട്ടോ ആരും. ഷേപ്പൊന്നും ഇപ്പോൾ നോക്കണ്ട, ശരി തന്നെ ആയിരിക്കും. ചിലപ്പം നന്നായി കിട്ടും, ചിലത് നന്നാവും, ചിലത് നന്നാവില്ല എന്നൊരു കോമഡി ഇല്ലേനോ. അതുപോലെയാണ് കേട്ടോ. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ഷേപ്പൊക്കെ ഏതെങ്കിലും ആയിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഞാനിതാ എൻ്റെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എന്താ വെച്ചാലേ നാസിമോന് അവിടെ എന്തോ കാട്ടുണ്ട്, ചിലപ്പോൾ കരീണ ഒച്ചേക്കുണ്ട്, ചിലപ്പോൾ വെറുതെ എന്തൊക്കെ കാട്ടി കൂട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഓനെ പോയി നോക്കിയതാണ്. അപ്പം എന്തായാലും വേഗം ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തി എടുക്കട്ടെ. അങ്ങനെ ഇതാട്ടോ പല ഷേപ്പുകളിലൊക്കെ ആയിട്ട് തന്നെ നമ്മളെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഓരോന്നായിട്ട് വേഗം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പണ്ട് ഉമ്മ ചുടുമ്പോൾ വെളിച്ചെണ്ണ എണ്ണച്ചീൾ ഉണ്ടാക്കി വെക്കൂലേ പണ്ട്. ഇപ്പോഴാണ് എല്ലാവരും ബ്രഷൊക്കെ വന്നത്. ഒരു തുണിയിൽ ഇങ്ങനെ കിഴി കെട്ടുന്ന പോലെ കെട്ടിയിട്ട് അത് വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ തടവി കൊടുക്കലുണ്ടായിന് കേട്ടോ. നല്ല രസമാണ്. അത് വെളിച്ചെണ്ണയിലും കൂടെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനും അതുപോലെ ഒരു കിഴിയൊക്കെ കെട്ടി ഉണ്ടാക്കി വെച്ചിന്.
അങ്ങനെ ഇതാക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ചപ്പാത്തിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ആ വെളിച്ചെണ്ണയും കൂടെയൊക്കെ ആവുമ്പോൾ അങ്ങനെ എന്തായാലും വേഗം ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കട്ടെ. കറി ഉള്ളതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കും ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്ക് ഇനി വേറൊരു കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അതുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട്. അങ്ങനെ നാസിമോൻ ഇതാ വന്ന് ഓൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിക്കണ് കളിക്കാൻ. അപ്പോൾ എപ്പോൾ വണ്ടി കൊടുക്കുമ്പോൾ എന്നോട് പറയുക, അമ്മച്ചി ഇവിടെ ഭയങ്കര കുഴിയാണ്, ഓൻ്റെ വണ്ടി നേർക്ക് ഓനക്ക് ഓടിക്കാൻ പറ്റണില്ല എന്ന്. അതാണ് ഇപ്പോൾ പറയണത്. നമ്മളെ അടുക്കളയൊക്കെ കുറച്ച് അവിടെ എവിടെയും കട്ടറൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റണില്ല എന്നുള്ള പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം വണ്ടിയൊക്കെ ഓടിക്കണത്. അങ്ങനെ കുട്ടികൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിന്. ഓരോ ചായ കൂടിയൊക്കെ കഴിഞ്ഞാണ്. നിച്ചുമോൾ ഇതാ സ്കൂളിലേക്ക് പോവുകയാണ്. ഒക്കെ കാട്ടിക്കുളം സ്കൂളിലേക്ക് പോകണം. നാഫിമോന് പിന്നെ ഇവിടെ തന്നെ നമ്മളെ വീടിൻ്റെ ആ ഒരു കുറച്ച് മേലെയായിട്ട് സ്കൂളുണ്ട്. അപ്പോൾ പിന്നെ ഓനിക്ക് ഇനിയിപ്പോൾ 9:45 പെരേന്ന് ഇറങ്ങിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ച് കുട്ടികളൊക്കെ പറഞ്ഞയച്ച് നാഫി ഉണ്ട്, ഓന് പോകാനും ഒരുങ്ങണൊക്കെ ഉള്ളൂ. അപ്പോൾ അതാ മുറ്റം അടിക്കാൻ വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. സത്യം പറയാലോ, മുറ്റം കണ്ടാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ നമ്മളെ മുറ്റം. പക്ഷേ എന്നാലും ഞാൻ ആ ഒരു ചൂലെടുത്ത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തോണ്ടി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇനി എന്തായാലും നല്ല വെയിൽ വന്നിട്ട് മരുന്ന് വാങ്ങി അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അത് ചെത്തിച്ച് നമ്മളെ കൂലിയും കൊടുത്ത് ഒരു പരുവായിന്, നമ്മൾ ചെത്താൻ നിന്നാൽ നമ്മളെ ഊരയും ഒരു പരുവായിന്, മുറ്റത്തെ മണ്ണും പുല്ലിട്ട് പോവണുമില്ല. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാണ് ഈ പുല്ലുള്ളത്. ഒന്നാമത്തെ ഈ ഒരു വയലിൻ്റെ ഭാഗമായതുകൊണ്ട് എത്ര ചെത്തിയാലും ഇത് വരും. നമ്മളെ ഈ അപ്പക്കാട് പറയില്ലേ, കൈകൊണ്ട് പറിച്ചാൽ കിട്ടുന്ന സൈസ് കാട്, അങ്ങനത്തതാണെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. അടിച്ചു വാരും അങ്ങോട്ട് പറിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വന്നോളും. ഇത് പറിക്കാൻ നിന്നാൽ ഇത് വേറെ അടക്കം ഇങ്ങോട്ട് വരൂല്ല, ഒരുമാതിരി ഒരു സൈസ് ഒരു പുല്ലാണ്. അപ്പോൾ പിന്നെ ഇനി മരുന്നടിക്കല്ലാതെ വേറെ ഒരു വഴിയുമില്ല പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഞാൻ. എന്നാലും ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് അങ്ങോട്ട് അടിച്ചു വാരിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നാഫിമോനാണ് വീഡിയോ എടുത്ത് തരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഓൻ്റെ ഒരു കൈയും കാലൊക്കെ അവിടെ കാണുന്നത്. അങ്ങനെ ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരെ അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ ഓന് സ്കൂളിൽ പോകാൻ മാറ്റി ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഓനിക്ക് നെല്ലിക്ക കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞേ അതിനെ കൊണ്ട് പാത്രത്തിലാക്കിപ്പിക്കുകയാണ് കേട്ടോ. ഉച്ചക്ക് അവിടുന്ന് ചോറ് കിട്ടുമല്ലോ, അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാനാണ് പറഞ്ഞിട്ട് എന്തായാലും ഇവിടെ അന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് വെച്ചതിൻ്റെ പിറ്റേന്ന് തുടങ്ങിന് കേട്ടോ ഈറ്റകളെടുത്ത് തിന്നാൻ. എന്താ പറയുക, അതൊന്ന് ഞാനിങ്ങനെ പറയും, ഒരാഴ്ച കഴിയട്ടെ, ആ ഉപ്പും പിന്നെ സുറുക്കേൻ്റെയോ ആ ഒരു മുളക് ഇട്ടതിൻ്റെ ആ എരിവൊക്കെ ഒന്ന് അയിമേൽ പിടിക്കട്ടെ പറഞ്ഞാൽ അതിനൊന്നും ഇവിടെ നേരമില്ല. ഇന്ന് ഉപ്പിലിട്ടാൽ നാളെ മുതൽ ഇവിടെ തീറ്റ തുടങ്ങും. പിന്നെ ഇപ്പോൾ ഓർക്ക് തിന്നാനാണല്ലോ ഓരങ്ങോട്ട് കൊണ്ടോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഓനക്കുള്ളതൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ഒരു ചെറിയൊരു ടിപ്പിയിലാക്കി കൊടുത്തിട്ട് ഓനെ പറഞ്ഞയച്ചാണ്. ഇനിയിപ്പോൾ ഞാനും നാച്ചിമോനും മാത്രം അയക്കണം കേട്ടോ എന്നത്തേം പോലെ. ഇനി ഞങ്ങളെ യുദ്ധം വെട്ടലും നമ്മളെ പുരയത്തെ പണിയെടുക്കലും ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഉച്ച വരെ കഴിയും. ഒരുത്തന് ഇതാട്ടോ പോകാനും ഒരുങ്ങണേ ഉള്ളൂ. എനിക്ക് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച ഒരു വീഡിയോ ആയതുകൊണ്ടേ അങ്ങനെ അങ്ങോട്ട് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും പിന്നെ സാമ്പാർ കറിയും പിന്നെ ആ കണ്ട ഒരു മൺചട്ടി കണ്ടില്ല, അതിൽ ഇന്നലത്തെ മീൻ കറീൻ്റെതും ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ രണ്ടും കൂടെയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് നല്ല ചായ അങ്ങോട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇവരൊക്കെ പറഞ്ഞയച്ചിട്ട് അങ്ങ് കുടിക്കാനിരുന്നാലാട്ടോ ഒരു സമാധാനത്തിൽ നമുക്ക് ഇരുന്ന് തിന്നാൻ പറ്റുള്ളൂ. മറ്റേത് ഓരൊക്കെ പോകണേൻ്റെ മുന്നേ ആകുമ്പോഴേ ഒന്ന് എന്താ പറയുക, ചിലപ്പം വെള്ളം എവിടെ, പ്ലേറ്റ് എവിടെ, കുപ്പി എവിടെ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് നിൽക്കുമ്പോഴേ നമുക്കൊരു സമാധാനത്തിൽ കഴിക്കാൻ കഴിയൂല. ഇക്കാക്കും സ്കൂൾ ട്രിപ്പ് എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഇക്കയും കുട്ടികളൊക്കെ ഏകദേശം 9 മണിയാകുമ്പോഴത്തേക്കും അവർക്ക് എല്ലാവർക്കും പോകണം. അങ്ങനെ ഇതാ എല്ലാവരെയും പറഞ്ഞയച്ച് ഞാനൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. വേഗം അടിച്ചു തരും കേട്ടോ. നമ്മച്ചി പോയി പാത്രം കഴുകട്ടെ. ഞാച്ചി അടിച്ചു തരൂലേ? വരൂ, വേഗം അടിച്ചു വാരിട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി എന്നെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കട്ടെ. അടിച്ചു വാരില്ല എന്തായാലും ഓൻ അടിച്ചു വാരി തരുന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ചില പിന്നെ വീഡിയോയിലൊക്കെ എനിക്ക് തന്നെ എൻ്റെ വീട് കാണുമ്പോൾ തോന്നും എന്തൊക്കെയോ പഠിച്ചോനെ എന്നാ അപ്പോൾ ഒരു പുര ആയി കിട്ടുക, എന്നിട്ട് വേണം എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ, അങ്ങനത്തെ കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീട് ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നതും
വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു വീടാവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കാര്യം എന്തെന്നെ ആയാലും പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതലായിട്ട് എനിക്കൊരു പ്രാർത്ഥന പോലെ നിങ്ങളടുത്ത് നിന്ന് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേഗം ഇവർക്കൊരു വീടാവട്ടെ എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥനകളിലുണ്ട്. എന്തായാലും അതിൽ ആരതാണ് പഠിച്ചോൻ കേൾക്കുക എന്നൊന്നും അറിയൂല. എന്തെന്നാണെന്നുണ്ടെങ്കിലും അതില്ലാത്തവർക്ക് അത് വലിയൊരു സ്വപ്നം തന്നെ ആയിരിക്കും. ഒരു ചിലപ്പോൾ ഭയങ്കര ഒരു സങ്കടമൊക്കെ തോന്നും, എന്നേക്കും ഇപ്പം ഇതൊന്നും ആകുകയെന്ന്. ചിലപ്പോൾ വിചാരിക്കും എന്തായാലും അള്ളാഹ് അതിനൊരു സമയം കണക്കാക്കിയിട്ടുണ്ടാവും, അപ്പം അങ്ങോട്ട് ആവുമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിയും കേട്ടോ. എന്തായാലും ഞാൻ പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേഗം ബാക്കിയുള്ള പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കട്ടെ. പാത്രം കഴുകൽ എന്താ ഇപ്പം പറയണ്ടല്ലേ, അടുക്കളയിൽ ഇറങ്ങിയ പാത്രം ആയിക്കുമല്ലോ. ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ വെറുതെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ ഇറങ്ങിയാലും പാത്രം കഴുകാനായി. സിങ്കിൽ എത്ര പെട്ടെന്നല്ലേ പാത്രം കഴുകാൻ വരിക. അങ്ങനെ ഞാൻ ചടപടേന്നൊന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് വേഗം എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് പെരത്തണ ഇഷ്ടമല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സാമ്പാർ കറി ഉണ്ടല്ലോ, പിന്നെ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അലക്കാനുള്ള തുണികളൊക്കെ അലക്കിയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് മുറ്റത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കാബേജ് ഉണ്ടായി ഉപ്പേരി വെക്കാൻ. അപ്പോൾ അതൊന്ന് വേഗം ചോപ്പറിലിട്ട് 2 വലി വലിച്ചെടുക്കുകയാണ്. ഞാൻ ഇന്നാണ് കേട്ടോ കാബേജൊക്കെ ഒന്ന് ചോപ്പറിൽ ഇടുന്നത്, അല്ലെങ്കിൽ ആ കത്തിയും കൊണ്ട് ഇങ്ങനെ കൊത്തി അരിയൽ തന്നെയായിരുന്നു. ഈ ഒരു സാധനം ഉള്ള കാര്യം ഇങ്ങനത്തെ കാര്യത്തിന് ഞാൻ മറന്നു കേട്ടോ. എൻ്റെ വിചാരം ഇത് പിന്നെ നോമ്പിന് മാത്രം ഉള്ളി അരിയാനാണ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ അതിന് തന്നെ ഇത് എടുക്കലുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ ആയത് ഇതിലിട്ടൊന്ന് 2 വലി അങ്ങോട്ട് വലിച്ചാലേ അത് വേഗം അങ്ങോട്ട് ആയിക്കോളുമല്ലോ എന്ന്. അങ്ങനെ വേഗം ഇതാ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയും പച്ചമുളകും അതിലേക്ക് തന്നെ മുറിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വേഗം ഇതൊന്ന് ഉപ്പേരി ആക്കി എടുക്കട്ടെ കേട്ടോ. നാസിമോനെ ഇത് കാണാൻ വേണ്ടിയിട്ട് മേലെ കയറി നിന്നതേനു. അപ്പോൾ ഞാൻ ഓനോട് കടുകിട്ടാൽ അത് മേത്തേക്ക് തെറിക്കും, ഒന്നാമത്തെ കുപ്പായം ഒട്ടിയില്ലല്ലോ, അങ്ങോട്ട് മാറി നിന്നോന്ന് പറഞ്ഞപ്പോൾ ദൂരെ പോയി ഇരുന്നതേനു. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു മങ്ങലുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ അടുക്കളയത്തെ ആ ഒരു വെളിച്ചത്തിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു മങ്ങൽ, ചിലപ്പോൾ നല്ലൊരു ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും. അതിൻ്റെ ഒരു നിഴൽ പോലത്തെ ആ ഒരു ഇത് അങ്ങോട്ട് വരുവേ. ഇടയ്ക്ക് ഇതാ ഓൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ആ സ്വിച്ചുമ്മ നിൽക്കണം നിങ്ങൾ കാണുന്നില്ലേ, നെക്കല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, അതൊന്നും ഇതാക്കല്ലേ എന്നൊന്നും പറയുന്നത് ഓൻ കേൾക്കണില്ല. ഓന് വേറെ സ്വിച്ചൊക്കെയാണ് ഇട്ട് നോക്കണത്, എന്നാലും ഇതിമേലാണ് ഇപ്പം ഓൻ്റെ കളി. അപ്പം ഞാൻ എന്തായാലും വേഗം ഒന്ന് ഉപ്പേരി ആക്കി എടുക്കട്ടെ. പിന്നെ തേങ്ങയും ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. കണ്ടിയില്ലേ ചെക്കന്, ഈ ചെക്കൻ ഇങ്ങനത്തെ പണിയാട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യരുത് എന്ന് പറയുമ്പോഴേ അതന്നെ ഓര് ചെയ്യുള്ളൂ. ഞാൻ ഓനെ മെല്ലെ പിടിച്ച് താഴെ ഇറക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ആ ഇറക്കണേന് അവിടെ കിടന്ന് ഇളകിക്കോളൂ. അങ്ങനെയൊക്കെയാണ് ഓൻ്റെ ഒരു കാര്യങ്ങൾ. അങ്ങനെ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പേരിയും കൂടെ ഒന്ന് സെറ്റാക്കി അങ്ങോട്ട് എടുത്തിന് കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. എൻ്റെ നാസിമോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചോറ് വയ്ക്കുന്നത്. മഞ്ഞ് മൂടിയ പോലെ തോന്നുന്നുണ്ട് അല്ലേ. എന്താ ഇപ്പോൾ കാട്ടായി ഒരു വെളിച്ചവും എന്തെങ്കിലും ജനലോ അതും ഇതൊക്കെ ഒന്ന് തുറന്നിട്ടാലൊരു ക്ലിയർ കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പോൾ അതും ഇല്ലല്ലോ. എന്തായാലും ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഇതാ കുട്ടികളൊക്കെ ഓരോരോ കളിയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ടേ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് നമ്മളെ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.